എല്ലാവർക്കും നമസ്കാരം. ഇന്ന് പുതിയൊരു വീഡിയോയുമായിട്ടാണ് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത്. പ്രകൃതി സൗന്ദര്യം ആസ്വദിക്കുമ്പോൾ മനസ്സിന് കിട്ടുന്ന സന്തോഷം പോലെ തന്നെയാണ് ശരീരത്തിൻ്റെ ആരോഗ്യവും. എല്ലാവർക്കും വളരെ ഇഷ്ടമുള്ള കറിയല്ലേ ഇലക്കറി. പക്ഷെ എത്ര ആളുകൾ ഇത് ഉപയോഗിക്കാറുണ്ട്? എല്ലാവരുടെയും നമ്മുടെയൊക്കെ വളരെ തിരക്ക് പിടിച്ച ജീവിതത്തിൽ കുറച്ച് സമയമെങ്കിലും നമ്മുടെ മനസ്സിൻ്റെ സന്തോഷവും ശരീരത്തിൻ്റെ ആരോഗ്യവും കാത്തു സൂക്ഷിക്കണം. ഇലക്കറി കഴിക്കുന്നത് കൊണ്ട് നമുക്ക് ഒരുപാട് ഗുണങ്ങളുണ്ടെന്ന് നമുക്കെല്ലാം അറിയാം. മുരിങ്ങ ഇലയാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. ചീരയില, മത്തയില ഇങ്ങനെയുള്ള ഇലകളൊക്കെ നമ്മൾ കഴിക്കുമ്പോഴല്ലോ നമുക്കൊരു പ്രത്യേക ഒരു എനർജി തന്നെ നമുക്ക് കിട്ടും. എല്ലാ ദിവസവും നമ്മൾ ചിക്കനും മീനും ഒക്കെ കഴിക്കാറുണ്ടല്ലോ. ആഴ്ചയിൽ അത് കഴിക്കുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല. അത് കഴിക്കുന്നതിൻ്റെ കൂടെ തന്നെ ആഴ്ചയിൽ ഒരു 3 ദിവസം നമ്മൾ ഈ ഇലക്കറി ഭക്ഷണത്തോട് ഉൾപ്പെടുത്തണം. അങ്ങനെ നമ്മൾ നമ്മുടെ ആരോഗ്യത്തെ സംരക്ഷിക്കണം. അങ്ങനെ രോഗങ്ങളിൽ നിന്ന് രോഗങ്ങൾ ഉണ്ടാകാതെ തന്നെ നമുക്ക് സൂക്ഷിക്കാൻ പറ്റും ഇലക്കറികൾ. ഇന്ന് എത്ര പേർക്ക് ഈ കൊച്ചു കുട്ടികളൊക്കെ ആയിരിക്കുമ്പോൾ തന്നെ ഈ കണ്ണാടി വെക്കേണ്ടി വരുന്നത് ഈ ഇലക്കറികളുടെ ഉപയോഗം കുറവുകൊണ്ടാണ് കൂടുതലായിട്ട് അങ്ങനെയൊക്കെ വരുന്നത്. നമുക്കിപ്പോൾ ഒരുപാട് ഇല എങ്ങനെ ഉണ്ടാക്കും? ഇനിയിപ്പം നമ്മുടെ മുറ്റത്താണെങ്കിൽ ഒരു മുരിങ്ങ കൊണ്ട് നടുക, അല്ലെങ്കിൽ 2 മത്തയുടെ കുരു കൊണ്ടിടുക, അങ്ങനെയൊക്കെ ഇട്ട് കഴിയുമ്പോഴല്ലോ പടർന്ന് പന്തലിച്ചത് ഇഷ്ടം പോലെ അല്ലെങ്കിൽ നമുക്ക് പറിച്ച് അത് തോരൻ വെച്ച് കഴിക്കാൻ പറ്റും. എന്തായാലും നമുക്ക് ഇന്ന് ഈ ഒരു മത്തയില തോരൻ ഉണ്ടാക്കി ഞാൻ എൻ്റെ രീതിക്കാണ് ഉണ്ടാക്കുന്നത്. അത് നമ്മൾ എങ്ങനെ ഉണ്ടാക്കിയാലും ഇലക്കറിയല്ലേ, അപ്പോൾ അതിന് ഞാൻ ഉണ്ടാക്കുന്ന മത്തയില എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം നമുക്ക്. ഞാൻ മത്തയില നമ്മൾ മത്തയിലൊക്കെ നന്നായിട്ട് പുഴുവൊക്കെ ഉണ്ടോ എന്ന് നോക്കണം കേട്ടോ. പുഴുവൊക്കെ ഉണ്ടോ എന്ന് നോക്കിയിട്ട് നന്നായിട്ട് അത് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്നതാണ്. ഈ മത്തയിലയുടെ പൂവുണ്ടല്ലോ, പൂവ് ഏറ്റവും ഗുണമുള്ള സാധനമാണ്. ഈ പൂവ് ഇലയും കൂടെ കൂട്ടിയാണ് നമ്മൾ കറി വെക്കുന്നത്, നല്ലതാണ്. ഈ പൂവിന് മത്തങ്ങ ഉണ്ടാവത്തില്ല, അതിൻ്റെ പൂവ് ആൺപൂവ് ആണെന്നാണ് പറയുന്നത്. അപ്പോൾ അത് കായ ഉണ്ടാവില്ല. അത് നല്ല ഗുണമുള്ളതാണ്. അതിന് എനിക്ക് തോന്നുന്നു നല്ല മാർക്കറ്റിലൊക്കെ ആണെങ്കിൽ നല്ല വിലയും ഉണ്ടാവും ഇത് വാങ്ങണമെങ്കിൽ എനിക്ക് തോന്നുന്നു. അങ്ങനെ മത്തയില അരിഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്ക് കറി വെക്കാൻ നോക്കാം. അതിൻ്റെ ചേരുവകൾ തേങ്ങായും ഉള്ളിയും കാന്താരി മുളകാണ് ഞാൻ ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ ഒരു മഞ്ഞൾപ്പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി കൂടുതൽ ഞാൻ ഈ ഇലക്കറികൾക്കൊക്കെ ഉപയോഗിക്കാറുണ്ട്. ഇനി നമുക്ക് കറി വെക്കാം. അതൊന്ന് മിക്സിയിലൊന്ന് അടിച്ചെടുത്തിട്ട് നമുക്ക് കറി വെക്കാം. ഒന്ന് ചെറുതായിട്ടൊന്ന് ചതച്ചു മിക്സിക്കകത്തിട്ട്. അങ്ങനെ ചട്ടി നമ്മൾ അടുപ്പിൽ വെച്ചു. അതിനകത്തേക്ക് ഒരു 3 സ്പൂണ് നല്ലപോലെ നിറച്ച് എണ്ണ ഞാൻ ഒഴിക്കുവാണേ. അത് നന്നായി ചൂടായതിനു ശേഷം ഒരു 1/4 സ്പൂൺ കടുക് ഇട്ടിട്ടുണ്ട്. കടുക് പൊട്ടിക്കഴിഞ്ഞു. ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന മത്തയില നമ്മൾ അതിനകത്തേക്ക് ഇടുകയാണ്. നമ്മൾ മസാല ഇട്ട് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഉള്ളിയും മുളകും, കാന്താരി, മഞ്ഞൾപ്പൊടി, തേങ്ങ ഇത്രയും കാര്യങ്ങൾ ചതച്ച് വെച്ചിരിക്കുന്ന അതിനകത്തേക്ക് നമ്മൾ ഇട്ട് അങ്ങനെ പോഷകമൂല്യമായ ഒരു ഇലക്കറി തയ്യാറാക്കുകയാണ്. ഇനി നമുക്ക് തീ കുറച്ച് വെച്ചിട്ട് ഇത് അടച്ച് വെക്കാം. ഇതൊരു 5 മിനിറ്റ് താമസമുള്ളൂ വേവാൻ. അങ്ങനെ നമ്മൾ മൂടി വെച്ചിരിക്കുന്ന മത്തയില
തോരന് ഇട്ട് നോക്കിയിട്ട് ഒരു കുറച്ച് ഉപ്പ് അതിനകത്തേക്ക് മുട്ടയുടെ ഞാൻ രണ്ടാമത് ഇങ്ങനെ ആവി വെച്ച് കഴിഞ്ഞാൽ ശകലം ഉപ്പിടാണ്. ആദ്യം ഉപ്പിട്ടതിന് ഇതിന് വേവ് വെള്ളം ഒഴിക്കാതെയാണ് ഞാൻ മത്തേരത്തോരൻ വെക്കുന്നത്. എണ്ണയിൽ മാത്രം ആവിക്കകത്ത് വെന്തെടുക്കുകയാണ്. നന്നായിട്ട് യോജിപ്പിച്ചതിന് ശേഷം നന്നായിട്ട് ഞാൻ യോജിപ്പിച്ച് കഴിഞ്ഞു. ഇനി നന്നായിട്ട് അടച്ച് ഒന്ന് കൂട്ടി വെച്ചിട്ട് ഒന്ന് അടച്ച് വെക്കും. അങ്ങനെ നമ്മുടെ മത്തയില തോരൻ റെഡിയായി. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇലക്കറികൾ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഇഷ്ടമാണെന്നാണ് ഞാൻ കരുതുന്നത്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.